ഹലോ ഗായ്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഫയർ ഡാൻസിൻ്റെ ഷോ ഉണ്ടായിരുന്ന ഒരു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നല്ല രീതിയിൽ കുഴപ്പമൊന്നുമില്ലാതെ പെർഫോം ചെയ്തിട്ട് വരാൻ പറ്റി. നമ്മുടെ കഴിഞ്ഞ വ്ളോഗിൽ അയ്യപ്പങ്കാവ് എരുമപ്പെട്ടി അയ്യപ്പങ്കാവ് അമ്പലത്തിൽ പൂരത്തിനോടനുബന്ധിച്ച് നമ്മുടെ ക്ലാസ്സിൽ നിന്ന് പൊയ്ക്കാൽ ഷോ ഒക്കെ ഉണ്ടായിരുന്നു. അവിടുന്ന് ഒരു 1.5 ആഴ്ചയും കൂടെയൊക്കെ കഴിഞ്ഞിട്ട് അവിടെ തന്നെ പ്രതിഷ്ഠാ ദിനത്തിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി പോയതായിരുന്നു. അന്ന് വേറെയും കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഫയർ ഡാൻസും ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ദിവസമായിട്ട് അതിൻ്റെ പ്രാക്ടീസിലും കാര്യങ്ങളിലൊക്കെ ആയിരുന്നു നമ്മൾ. അപ്പോൾ ഞാൻ എൻ്റെ അനിയത്തിയും കൂടിയിട്ട് ക്ലാസ്സിൽ പോയിട്ടുണ്ട്. അവളൊരു ഉച്ചയൊക്കെ ആവാറാകുമ്പോൾ വന്നത്. ഞാൻ പതിവ് പോലെ കാലത്ത് തന്നെ ക്ലാസ്സിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈകുന്നേരമാണ് പരിപാടി ഉണ്ടായിരുന്നു. ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് അവിടെ എത്തണം എന്നുള്ള രീതിയിലാണ് നമ്മൾ. അപ്പോൾ വൈകിട്ടത്തെ സമയമാണ് കേട്ടോ അത്. അപ്പോൾ അവിടെ ശങ്കരേട്ടനും ഉണ്ട്. പിന്നെ ശങ്കരേട്ടൻ്റെ കൂടെ തന്നെ ആദി എന്ന് പറഞ്ഞിട്ടൊരു കുട്ടിയുണ്ട്. അവൻ നമ്മുടെ കൂടെ നമ്മുടെ ടീമിലുള്ളതാണ്. അപ്പോൾ അവൻ്റെ ഫസ്റ്റ് സ്റ്റേജാണ്. അവനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന് പഠിക്കുക മാത്രമല്ല ഭയങ്കര എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. അതുമാതിരി കുറച്ച് പേടിയുണ്ടായിരുന്നു. ഫസ്റ്റ് സ്റ്റേജല്ല അവൻ്റെ. അപ്പോൾ എങ്ങനെയൊക്കെ പെർഫോം ചെയ്യണം എന്നൊക്കെ ഉള്ളത് ആൾ ഭയങ്കര ആത്മാർത്ഥമായിട്ട് ചെയ്ത് പഠിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അവൻ ഇത് കഴിഞ്ഞിട്ട് പുറത്ത് പോയി നിന്നിട്ടും ഒത്തിരി നേരം പ്രാക്ടീസ് ചെയ്തിരുന്നു കേട്ടോ. അവന് ആത്മാർത്ഥതയുള്ള പിള്ളേർ വളരെ കുറവാണ്. അത് നല്ല ആത്മാർത്ഥതയോട് കൂടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ പ്രാക്ടീസ് ചെയ്ത് നോക്കിയായിരുന്നു. അത് ഞങ്ങൾ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അവർ പ്രാക്ടീസ് ചെയ്യുന്നതും സ്റ്റേജിൽ പോയിട്ട് എങ്ങനെ പെർഫോം ചെയ്യണം എന്നുള്ളതൊക്കെ അവർ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ മ്യൂസിക് വെച്ചിട്ടുണ്ട്. അപ്പോൾ കോപ്പിറൈറ്റ് ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ മ്യൂസിക് ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് മ്യൂസിക്കും കൂടി ആകുമ്പോഴാണ് നിങ്ങൾക്ക് കാണാനും കേൾക്കാനൊക്കെ രസം ഉണ്ടാവുക. പക്ഷേ നമുക്ക് ഇതിൽ ഒന്നാമത് എനിക്ക് കോപ്പിറൈറ്റ് ഇല്ലാതെ മ്യൂസിക് എടുക്കാനൊന്നും അറിയില്ല കേട്ടോ. ഞാൻ ഇതിനെ പറ്റിയൊക്കെ പഠിച്ച് വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോസിലൊന്നും മ്യൂസിക്കും കാര്യങ്ങളും ഉണ്ടാവില്ല. അപ്പോൾ അവർ തീ കൊളുത്തിയിട്ട് എങ്ങനെ പെർഫോം ചെയ്യുക എന്നുള്ളത് അത് തീയൊന്നും കൊളുത്താതെ കണ്ട് ക്ലാസ്സിൽ പെർഫോം ചെയ്ത് നോക്കുകയാണ് കേട്ടോ. ഒരു കോർഡിനേഷൻ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് സ്റ്റേജിൽ പോയി കഴിഞ്ഞ് കുറച്ചുകൂടി എളുപ്പമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവരെല്ലാ ദിവസവും രാത്രി ഇത് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. ഞാൻ പ്രോഗ്രാമിൻ്റെ തലേ ദിവസമാണ് ചെയ്ത് നോക്കുക. കാരണം ഡീസലൊക്കെ വായിൽ കൊടുക്കുമ്പോൾ ഒരുപാട് വായിക്കകത്ത് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് പ്രോഗ്രാമിൻ്റെ തലേ ദിവസം മാത്രമേ ചെയ്ത് നോക്കാറുള്ളൂ. പരമാവധി ഡീസൽ അകത്തേക്ക് പോവാതെ കണ്ടിട്ട് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. കാരണം വയറുവേദന എടുക്കും എന്നൊക്കെ ശങ്കരേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്ക് പിന്നെ ഒത്തിരി എക്സ്പീരിയൻസ് ആയ കാരണം കൊണ്ട് അത് ശീലമായി. പിന്നെ ചെറുപാടൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ വയറ് സെറ്റാവുമെന്നും പറഞ്ഞിട്ടുണ്ട് ഇവർ കേട്ടോ. അങ്ങനെ എന്താ അവർ നല്ല തകൃതിയായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഓരോ ആക്ഷനും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എൻ്റെ അനിയത്തിക്ക് ചിരി വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെന്നെ കളിയാക്കുന്നതാണ് കേട്ടോ. ഞങ്ങളെങ്ങനെ പെർഫോം ചെയ്യുക എന്നുള്ളത് കളിയാക്കുന്നതാണ്. അപ്പോൾ ഞങ്ങൾ പഫ് അടിക്കുന്നത് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ശങ്കരേട്ടനും ആദ്യം കൂടി പറഞ്ഞ് ഞങ്ങളെ കളിയാക്കി ചിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു കളിയാക്കിക്കോ ഞങ്ങൾ സ്റ്റേജിൽ വെച്ചിട്ട് ഞങ്ങളിതിന് മറുപടി തരാമെന്നുള്ളൊരു രീതിയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ അവർ ഒരു ചാർട്ട് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അവർ വീണ്ടും ഞങ്ങളെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ ഇങ്ങനെ എത്ര പഫ് അടിക്കുക സ്റ്റേജിൽ കയറിയിട്ട്. അപ്പോൾ അവർ ഓരോന്ന് ഐറ്റം ഏതാണെന്നുള്ളത് നോക്കിയിട്ട് അവർ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിതിന് മുന്നേ ഒരു എക്സ്പീരിയൻസ് എനിക്കുള്ളത് റോഡ് ഷോ ചെയ്തിട്ടാണ്. എൻ്റെ അനിയത്തി ഫസ്റ്റ് ടൈമാണ് കേട്ടോ സ്റ്റേജിലും അതില്ലെങ്കിൽ ഫയർ ആയിട്ട് പെർഫോം ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ്. അവളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പൊയ്ക്കാലാണ്. പൊയ്ക്കാലിൻ്റെ ഷോയിൽ കയറാൻ വേണ്ടിയിട്ട് അത് നന്നായി പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുറേശ്ശെ സെറ്റായി വരുന്നുണ്ട്. ദൈവം സഹായിച്ച് അടുത്ത പ്രോഗ്രാമിലോ അതല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള പ്രോഗ്രാമിലോ ഒക്കെ അവളുണ്ടാവും. അപ്പോൾ അതിൻ്റെ വ്ളോഗും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അങ്ങനെ ഇതാ നമ്മളവിടെ എത്തിയപ്പോൾ കുട്ടികളുടെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എല്ലാതൊന്നും വീഡിയോ എടുത്തില്ല. കാരണം നമുക്ക് പ്രോഗ്രാമിൻ്റെ ടൈം ആവുന്നതിനനുസരിച്ചുള്ളൊരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇതിൽ ടെൻഷനിൽ നിൽക്കായിരുന്നു. അപ്പോൾ ആ തിരുവാതിരക്കളി മാത്രമാണ് ഞാനൊന്ന് വീഡിയോയിലെടുത്തത്. അങ്ങനെ ഇതാ നമ്മുടെ സ്റ്റേജിൽ ശങ്കരേട്ടനും ആദ്യം പൊരിച്ച് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളവിടെ സ്റ്റേജിൽ ഇത് കണ്ടിട്ട് അന്തം വിട്ടിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. കാരണം ഞങ്ങളുടെ ഫസ്റ്റ് സ്റ്റേജാണ്. ആദ്യയുടെ മാത്രമല്ല സ്റ്റേജ് പെർഫോമൻസ് ഞാനും ആദ്യമായിട്ടാണ്. എൻ്റെ അനിയത്തി എന്താ പറയുക ഫയർ ആദ്യമായിട്ടാണ്. അവളതല്ലാതെ ചെറുപ്പത്തിൽ ഒപ്പനയ്ക്കൊക്കെ സ്റ്റേജിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസാണ് സ്റ്റേജിൽ. ഒരു പെർഫോമൻസിന് വേണ്ടി സ്റ്റേജിൽ കയറുന്നതേ ആദ്യമായിട്ടാണ്. സ്കൂളിൽ പഠിക്കുമ്പോൾ പോലും അങ്ങനത്തെ ഒരു അനുഭവം ഇല്ല കേട്ടോ. അപ്പോൾ അവരിത് പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവർക്കും ഭയങ്കര സംഭവമായി. അവിടെ അധികം ആൾക്കാരുണ്ടായിരുന്നില്ല. ഒരു 100 പേരോ 150 പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ഒരു 2-3 ദിവസമായിട്ട് പ്രോഗ്രാമുകൾ ഇങ്ങനെ കുട്ടികളുടെ ഡാൻസും കാര്യങ്ങളും അതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പ്രതിഷ്ഠാ ദിനത്തിനോടനുബന്ധിച്ച് നമ്മുടെ ഈ പ്രോഗ്രാം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം അവിടെ കരോക്കെ ഗാനമേളയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ 2 ഐറ്റം അടുപ്പിച്ച് ശങ്കരേട്ടൻ്റെയും ആദിയുടെയും തന്നെയായിരുന്നു. അപ്പോൾ അവർ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു സൈഡിൽ നമ്മൾ തീ അണയ്ക്കാനുള്ളതും ഒരു സൈഡിൽ തീ കൊളുത്താനുള്ളതും ഉണ്ടായിരുന്നു. ഒരു നടുക്കിലൊരു ചിമ്മിനി കത്തിച്ച് വെച്ചിട്ടാണ് കേട്ടോ അവിടെ തീ കൊളുത്തിയിരുന്നത്. കാരണം പെട്രോൾ ഡീസലൊക്കെ ഉള്ള കാരണം നമ്മൾ ഭയങ്കര ശ്രദ്ധിച്ച് തന്നെ വേണം കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. പിന്നെ തീ അണയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചങ്ക് ബ്രോ ഉണ്ണിക്കുട്ടൻ അവിടെ അറ്റത്ത് നിങ്ങൾക്ക് നിൽക്കുന്നത് കാണാൻ പറ്റും. ആളുടെ ശരിക്കുള്ള പേര് രഞ്ജിത്ത് എന്നാണ്, നമ്മൾ ഉണ്ണിക്കുട്ടൻ എന്നാണ് വിളിക്കുക. ആൾ നമ്മൾ എവിടെ പരിപാടിക്ക് വിളിച്ചിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വിളിച്ചാലും ഒരു മടിയും കൂടാതെ നമ്മുടെ കൂടെ വരുന്നതാണ് കേട്ടോ. അത് ഒത്തിരി സന്തോഷമുണ്ട്, നമ്മളതിനെ എപ്പോഴും ഹെൽപ്പ് ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റി കാണിക്കുന്നതിന്. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. ഉണ്ണിക്കുട്ടൻ ഈ വ്ളോഗ് കാണുന്നുണ്ട് വെച്ചിങ്ങനെ ഞങ്ങളെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നത്, ഞങ്ങളുടെ കൂടെ നിൽക്കുന്നതിൽ, നമ്മുടെ ഇല്ലായ്മയിൽ നമ്മുടെ കൂടെ ഒരാൾ നിൽക്കുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ആയതിൻ്റെ ശേഷം ഒരുപാട് പേരുണ്ടാവും, പക്ഷേ നമ്മൾ എപ്പോഴാണോ ഡൗൺ ആയി കിടക്കുന്നത് അപ്പോൾ തൊട്ട് നമ്മുടെ കൂടെ ഒരാളുണ്ട് വെച്ചിങ്ങനെ ആ ആൾ നമ്മുടെ എല്ലാ വിജയത്തിലും എല്ലാറ്റിലും നമ്മുടെ കൂടെ ഉണ്ടാവും. അതല്ല നമ്മൾ ഒരു പൊസിഷൻ എത്തിയതിന് ശേഷം നമ്മുടെ കൂടെ കൂടുന്ന ആൾക്കാർ ആ ഒരു സംഭവത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ ഡൗൺ ആവുമ്പോൾ അവർ നമ്മുടെ അടുത്ത് നിന്ന് പോവുകയും ചെയ്യും. അപ്പോൾ ഇപ്പോൾ നമ്മൾ തുടങ്ങുന്നേ ഉള്ളൂ, എല്ലാ സംഗതികളും തുടങ്ങുന്നേ ഉള്ളൂ. നമ്മൾ ഒന്നുമില്ലായ്മയിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വരുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കൂടെ ഉള്ള ഒരു വ്യക്തിയാണ് കേട്ടോ. അപ്പോൾ ഇതാ അടുത്തത് വിഷ്ണുവിൻ്റെ പെർഫോമൻസാണ്. അവനും കുറച്ചായി ഇപ്പോൾ ഫയറൊക്കെ ചെയ്തിട്ട് കളരിയിലുണ്ടായിരുന്ന സമയത്ത് ഇവർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിന് ശേഷം ഞങ്ങളിങ്ങനെ പ്രോഗ്രാമിന് പോകുമ്പോൾ നമ്മുടെ ടീമിൽ അവനുണ്ട്, പക്ഷെ അവൻ ഇതും അല്ലാതെ ഒത്തിരി പരിപാടികൾ വേറെ ഉണ്ട്. മലവായാട്ടത്തിന് പോകുന്നുണ്ട്, കൊട്ടിന് പോകുന്നുണ്ട്, അതുമാതിരി ഒത്തിരി സംഗതികൾ അവൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് അവനെ നിർബന്ധിതമായിട്ട് വിളിച്ചുകൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ അവൻ അന്നത്തെ ദിവസം ഞാനുണ്ട്, ശങ്കരേട്ടനെ അവൻ കുഞ്ഞേട്ടാന്ന് വിളിക്കുക, കുഞ്ഞേട്ട ഞാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അവൻ അന്നത്തെ ദിവസം നമ്മുടെ കൂടെ വന്നു. ഒത്തിരി സന്തോഷമുണ്ട്. അവനും എന്താ പറയുക ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു, അവ ചെയ്തു. അതിന് ശേഷം ശങ്കരേട്ടൻ്റെ വീണ്ടും ആള് പ്രോഗ്രാം ഫീൽഡിൽ ഉള്ളപ്പോൾ ആളുടെ മാസ്റ്റർ പീസ് ആയിട്ടാണ് നമ്മുടെ ഈ വീൽ എന്ന് പറയണത്. അത് ആള് നല്ല രീതിയിൽ പെർഫോം ചെയ്യണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര അതിശയവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവിടെയുള്ള ആൾക്കാരൊന്നും ഈ ഫയർ ഡാൻസ് സംഭവങ്ങളൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു സന്തോഷവും പിന്നെ അതുമാതിരി ഭയങ്കര ആൾക്കാർ ഭയങ്കര കൂർക്കുവിളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. കാരണം എന്താ വെച്ചാൽ ചില ആൾക്കാർക്ക് ഇത് പേടിയുണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു സംഭവം കാണുന്നതിൽ. നമുക്ക് എന്തായാലും ഒത്തിരി സന്തോഷമായി. എന്താ പറയുക, ഇതിൻ്റെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമായി കേട്ടോ. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് ഇത് കൊണ്ടുപോയി കത്തിച്ചിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്, ഒരു സൈഡിൽ അത് അവർ കൊണ്ടുപോയിട്ട് കെടുത്തുന്നുണ്ട്. അപ്പോൾ അടുത്തത് ആദിയുടെ പെർഫോമൻസാണ്. ആദിയുടെ പാരൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അവൻ്റെ അച്ഛൻ, അമ്മ, ബ്രദേഴ്സും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവൻ്റെ ഒരു അനിയനാണ് നമുക്ക് ഈ വീഡിയോ ഒക്കെ എടുത്തു തന്നത്. നമ്മുടെ കൂടെ വേറെ ആരും വീഡിയോയ്ക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാനാണ് നമ്മുടെ വ്ളോഗിന് വീഡിയോ എടുക്കുന്ന ആൾ. അപ്പോൾ ഞാൻ ഈ പെർഫോം ചെയ്യാൻ കയറി നിൽക്കുന്ന കാരണം എനിക്ക് വീഡിയോ എടുക്കാനും പറ്റിയില്ല. അപ്പോൾ അവൻ്റെ അനിയൻ അവൻ്റെ ആദിയുടെ ഫോണിൽ വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ അവൻ്റെ അടുത്ത് സെൻഡ് ചെയ്ത് മേടിച്ചിട്ടാണ് ഞാൻ വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ അവൻ ഇതിങ്ങനെ സൂപ്പറായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താ പറയുക, നമുക്ക് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായി. അങ്ങനെ ഇനി ശങ്കരേട്ടൻ്റെ ഒരു പെർഫോമൻസ്, ഈ പെർഫോമൻസ് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരുടെയാണ് കേട്ടോ. അപ്പം ഞങ്ങളവിടെ വന്നിട്ട് അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, പ്രിപ്പറേഷൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മാത്രമല്ല നല്ല രീതിയിൽ പേടിയുണ്ട്. അതിൻ്റെ ഇടയിൽ ചിമ്മിണി കെട്ടുപോവുകയും ചെയ്തു. അപ്പോൾ ഉണ്ണിക്കുട്ട അവിടെ വന്നിട്ട് പറഞ്ഞു ചിമ്മിണി കെട്ടുവിട്ടാന്ന്. അപ്പോൾ വേഗം പോയിട്ടത് കത്തിച്ചു, കാരണം അടുത്തത് ഞങ്ങളുടെ പെർഫോമൻസ് ആണല്ലോ. അപ്പോൾ ശങ്കരേട്ട അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഓഡിയൻസിൻ്റെ ഇടയിലേക്ക് ഓടി ഇറങ്ങൂട്ടെ. അപ്പോൾ അവിടെ നിന്ന് പിള്ളേരൊക്കെ ഭയങ്കര കൂർക്കുവിളി പേടിച്ചിട്ട് ഓടുകയൊക്കെ ചെയ്തു കുട്ടികൾ. അവിടെ ആൾക്കാരൊന്നും തൊട്ടടുത്തൊന്നും ആൾക്കാരുണ്ടായിരുന്നില്ല കേട്ടോ. ആൾക്കാരുടെ ഇടയിലേക്ക് തീ കൊണ്ട് ഇറങ്ങി എന്നല്ല പറയണത്. അവർ അത് കണ്ട് പരിചയമില്ലാത്ത കാരണം അവർക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര അതിശയവും അതുമാതിരി കുറച്ച് പേടിയുണ്ടായിരുന്നു. അതുകൊണ്ട് ചെറിയ പിള്ളേരൊക്കെ ഓടി കൂർക്കുളിച്ചിട്ട് ഓടി. അപ്പോൾ എന്താ പറയുക, താഴെ ഇറങ്ങി നിന്നിട്ട് ചെയ്യാണ്. അതിന് ശേഷം മൂട് കത്തിക്കുന്ന ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നും അറിഞ്ഞില്ലപ്പാ എന്നുള്ള രീതിയിൽ മൂടും കത്തിച്ചിട്ട് അവിടെ ഇരുന്നിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ ആൾക്കാരൊക്കെ ഭയങ്കര ലഹളിയും ബഹളമൊക്കെ ആയിരുന്നു. ഈ വീഡിയോ ഒക്കെ എൻ്റെ അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തപ്പോൾ എൻ്റെ അമ്മ പറയുക, എന്താ ഇവൻ ചെയ്യുന്നത്, മൂടൊക്കെ കത്തിക്കുന്നതിന് ചൂടെടുക്കുന്നില്ലേ, തീയല്ലേ, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞത് തന്നെ അവിടെ ഉള്ളവരൊക്കെ പറഞ്ഞിരുന്നത്.
അങ്ങനെ ഇതാ അടുത്തത് ഞങ്ങളുടെ പെർഫോമൻസായി. ഞങ്ങൾക്ക് ചെറിയൊരു ഡാൻസ് മൂമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം അവർക്ക് അടുത്തത് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം വേണമായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു ഡാൻസൊക്കെ സെറ്റ് ചെയ്തു. അങ്ങനെ നമ്മളെ കൊണ്ട് കൂട്ടിയേ പറ്റാവുന്ന വിധം അന്നത്തെ ആ സ്പോട്ടിൽ സെറ്റ് ചെയ്ത കൊറിയോഗ്രാഫിയാണ് ഇത്. അതിൻ്റേതായ മിസ്സിങ്ങുകളും പാകപ്പിഴവുകളും ഒക്കെ ഉണ്ടാവും. അങ്ങനെ ഞങ്ങളിത് ഗംഭീരമായി ഞങ്ങൾ പെർഫോം ചെയ്ത് പോവാണ്. അത്ര ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഞങ്ങളുടെ പെർഫോമൻസ്. ഇനി അടുത്ത സ്റ്റേജിലൊക്കെ ഇതിലൊക്കെ കൂടുതലാക്കിയിട്ട് സെറ്റ് ചെയ്യണമെന്നൊക്കെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ അടുത്തത് വീണ്ടും ആദിയുടെ പെർഫോമൻസാണ്. അവൻ തീ തിന്നുന്ന പെർഫോമൻസാണ്. അതിൻ്റെ ഇടയിൽ തലയിൽ തീ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് മൂപ്പരാൾ നല്ല സൂപ്പറായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് കുറച്ച് ടൈമും കാര്യങ്ങളൊക്കെ വേണമായിരുന്നു. നമുക്ക് കാണുമ്പോൾ പേടിയാവും. ആൾ ഭയങ്കര സിമ്പിളായിട്ട് എന്താ പറയുക, ആ തീ വായിൽ ഊതിക്കെടുത്തി അതുമാതിരി തലയിൽ തീയും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മൂപ്പരാൾ ഓരോന്നെടുത്ത് അതിൻ്റെ എടുത്ത് കഴിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ആൾ ഓഡിയൻസിൻ്റെ ഇടയിലേക്ക് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അവൻ തന്നെയാണ് പറഞ്ഞത്. അതിൻ്റെ ഇടയിൽ ഒരു അമ്മാമ്മയുടെ അടുത്ത് പോയപ്പോൾ അമ്മമ്മ പറഞ്ഞു അത്ര പോടാ അടുത്തുനിന്ന് പോടാ ചെക്കാ എന്നൊക്കെ പറഞ്ഞു അത്ര. അവിടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ഇരുന്ന് വീഡിയോ എടുക്കണ ചേച്ചി. ആ ചേച്ചി ഞങ്ങൾക്ക് ഭയങ്കര ഹെൽപ്പിംഗ് ആയിരുന്നു. പോകാൻ നേരത്ത് എന്താ പറയുക, വെള്ളം വേണോ മക്കളെ, അത് വേണം ഇത് വേണോ എന്നൊക്കെ ചോദിച്ചിട്ട് കണ്ടവരെ അമ്മാമ്മ അവനെ പോടാ അടുത്തുനിന്ന് പോടാ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ ചേച്ചി നമ്മളെന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു കേട്ടോ. ഒത്തിരി സന്തോഷമുണ്ട്. ആ ചേച്ചിയുടെ പേര് എന്താ സുജാത എന്നാങ്ങണ്ടാണ് ആ ചേച്ചിയുടെ പേര്. നമുക്ക് കണ്ടുപരിചയം മാത്രമേ ഉള്ളൂ. അവിടെ ചെന്നിട്ടാണ് ആ ചേച്ചിനെ പരിചയപ്പെടുന്നത്. ശങ്കരേട്ടന് അറിയാട്ടോ, എനിക്ക് കണ്ടുപരിചയം മാത്രമേ ഉള്ളൂ. ഭയങ്കര സ്നേഹവും കാര്യങ്ങളായിരുന്നു. പിന്നെ നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട് രാധികേച്ചിയുടെ വീടും അവിടെ തന്നെയാണ്. അവരൊക്കെയും തിരുവാതിരക്കളിയിൽ അവരൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പെർഫോമൻസ് കഴിഞ്ഞപ്പോൾ അവരൊക്കെ നമ്മളെ അഭിനന്ദിക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ ശങ്കരേട്ടൻ്റെ അടുത്ത മാസ്റ്റർ പീസ് സംഭവം ആ റിങ് കഴുത്തിട്ട് കറക്കും. അപ്പോൾ അവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഭയങ്കര ഇതായിരുന്നു, കയ്യടിയും കാര്യങ്ങളും കുറുക്കുകളൊക്കെ ആയിരുന്നു. ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ നമ്മുടെ മ്യൂസിക് എന്ന് പറയണതും എന്താ പറയുക, ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള മ്യൂസിക്കായിരുന്നു. നമുക്ക് എന്തും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ തോന്നും. അമ്മാതിരി ഒരു മ്യൂസിക്കായിരുന്നു. നമുക്ക് മ്യൂസിക് ഇതിലിടാൻ പറ്റില്ല അത് കാരണം കൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ആദ്യയുടെ അടുത്ത പെർഫോമൻസ് സ്റ്റിക്കാണ്. അപ്പോൾ എന്താ പറയുക, അത് ഇങ്ങനെ കൈ വിട്ട് കത്തിക്കണ സംഭവമായിരുന്നു. പക്ഷേ അതെന്തോ പെട്രോള് കുറവാവുക അങ്ങനെ എന്തോ ഉണ്ടായി. അപ്പോൾ അവൻ അത് അവിടെ പോയിട്ട് തന്നെ കത്തിക്കുന്നുണ്ട്. ചെറിയ ചെറിയ പാകപ്പിഴവുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. കാരണം എന്താ വെച്ചെങ്കിൽ നമ്മൾ ഇതിൽ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊന്നുമല്ല. അപ്പോൾ അവൻ്റെ കയ്യിൽ നിന്ന് ഒരു വട്ടം താഴെ വീഴൊക്കെ ചെയ്തുട്ടോ. പക്ഷെ അവൻ അതിൽ പതറൊന്നും ചെയ്യാതെ നല്ല രീതിയിൽ തന്നെ ആ സംഭവം അത് ചെയ്തു. ഒരുപാട് മിസ്സിങ്ങുകളൊക്കെ വന്നാലും നമ്മൾ ചില ആൾക്കാർ പേടിച്ചിട്ട് അത് പകുതിക്ക് വെച്ചിട്ട് ഇട്ട് പോവുക, അല്ല വെച്ചെങ്കിൽ അതിലാകെപ്പാടെ കിടന്നിട്ട് കൂടുതൽ മിസ്സിങ്ങുകൾ വരുത്തുക, അങ്ങനെയല്ല. പക്ഷേ അവ അത് നല്ല രീതിയിൽ ചെയ്തു, സൂപ്പറായിട്ട് തന്നെ ചെയ്തു. അതിന് ശേഷം ശങ്കരേട്ടൻ്റെ ഈ സ്റ്റിക്ക് തന്നെ ഡബിൾ സ്റ്റിക്കായിരുന്നു. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അതൊക്കെ അവിടെ ഉണ്ണിക്കുട്ടൻ തീ അണയ്ക്കുന്നുണ്ടായിരുന്നു കേട്ടോ, നനഞ്ഞ ചാക്ക് വെച്ചിട്ട്. അപ്പോൾ ഇതായിരുന്നു ആദ്യം ചെയ്യേണ്ടായിരുന്ന സംഭവം. കയ്യുമ്മ തീ കൊടുത്തിട്ട് അങ്ങനെ കൊളുത്തുക. അതാണ് കേട്ടോ. അവന് ആ സമയത്ത് പെട്രോൾ കുറവായിട്ടാണ് തോന്നുന്നു. കാരണം പെട്രോൾ പെട്ടെന്ന് ഗ്യാസ് അങ്ങനെ തീർന്നു പോവില്ലേ, ഒരാളുടെ പെർഫോമൻസ് കഴിയുമ്പോഴത്തേനും നമ്മൾ സെറ്റായി നിൽക്കുമ്പോഴത്തേനും അങ്ങനെ ഗ്യാസ് പോയതാണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മുടെ പരിപാടി ഏകദേശം ലാസ്റ്റത്തോളം ആവാറായിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 10 മിനിറ്റിൻ്റെ ഷോയാണ് ഉണ്ടാവുക. നമ്മുടെ മ്യൂസിക്കും കാര്യങ്ങളും എല്ലാം പെർഫോമൻസും എല്ലാം അങ്ങനെയാണ് ഉണ്ടാവുക. ഇനി കൂടുതൽ ഐറ്റംസ് കൂടുതൽ ഉണ്ടാവുമ്പോഴാണ് അതിനനുസരിച്ച് കൂടുതൽ ടൈം ഉണ്ടാവുക. അത് അവസാനം ഒരു ലാസ്റ്റ് പെർഫോമൻസിൻ്റെ മുന്നേ അങ്ങനെ അങ്ങോട്ടായിട്ടാണ് നമ്മുടെ ആദിയുടെ വീണ്ടും ഉള്ള പെർഫോമൻസ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശങ്കരേട്ടൻ്റെ പെർഫോമൻസ് കൂടി കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാം അങ്ങനെ അവസാനിക്കും. അപ്പോൾ ഒത്തിരി സന്തോഷം, അതുമാതിരി അവിടെയുള്ള ആൾക്കാരുടെ നല്ല അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കാരണം കൊണ്ട് നമുക്കത് ഒത്തിരി സന്തോഷമായി. ഇനിയും ഇതുപോലെ ഒത്തിരി സ്റ്റേജ് കിട്ടട്ടെ, നമുക്ക് പെർഫോമൻസൊക്കെ ചെയ്യാമെന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹവും പ്രാർത്ഥനയും. നമ്മളും ഇല്ലായ്മയിൽ നിന്ന് വളർന്നു വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം പ്രാർത്ഥന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും ഇനി ഇവിടുന്ന് അങ്ങോട്ട് നല്ല സ്റ്റേജും കാര്യങ്ങളും എല്ലാം ഉണ്ടാവണേ എന്നുള്ളതാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും വേണം കേട്ടോ. ആർക്കെങ്കിലും പ്രോഗ്രാം ബുക്ക് ചെയ്യാനോ കാര്യങ്ങളൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ ഞാൻ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ഡീറ്റെയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ശങ്കരേട്ടൻ്റെ ലാസ്റ്റ് പെർഫോമൻസാണിത്. ഇതിൽ തന്നെ ഞങ്ങൾ പഫ് ഇടുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനും ആദ്യം പഫ് ഇടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇതോടുകൂടിയിട്ട് നമ്മുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ അവസാനിക്കുകയാണ്.
അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കുട്ടികളാരും ഈ വീഡിയോ കണ്ട് അനുകരിക്കാൻ ശ്രമിക്കരുത്. ഒത്തിരി അപകടം കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ്. ഞങ്ങൾ ഫയർ സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് അത്രയും സേഫായിട്ടാണ് പ്രോഗ്രാം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ആരും ഇത് അനുകരിക്കാൻ ശ്രമിക്കരുത് കേട്ടോ.